ഇങ്ങനെ ഓർത്തു നോക്കാം, വിദ്യാധനം സർവദാൽ പ്രധാനം എന്നോർത്താൽ പോരെ. നമസ്കാരം. നമുക്കിന്ന് കേന്ദ്ര ഗവൺമെന്റിലെ, അതായത് സെൻട്രൽ ഗവൺമെന്റിലെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും അതുപോലെ അവരുടെ വകുപ്പുകളും നമുക്ക് നോക്കിയാലോ. വരുന്ന എക്സാമുകളിലും അതുപോലെ ഇന്നലെ നടന്ന നമ്മുടെ തിരുവനന്തപുരം LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, എന്തായാലും ഷുവറായിട്ടും 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു മേഖലയാണ് ഏത്, കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം 2024 ഏപ്രിൽ മുതൽ ജൂണിനും ഇടയിലായിട്ട് 7 ഘട്ടങ്ങളിലായിട്ടായിരുന്നു 2024 എന്ത് നടന്നത്, തെരഞ്ഞെടുപ്പ് നടന്നല്ലേ. അങ്ങനെ ജൂൺ 4-നാണ് ഏത് വരുന്നത്, ഫലം പ്രഖ്യാപിക്കുന്നത്. അതോടുകൂടി എന്ത് ചെയ്തു, 18ാം ലോക്സഭയുടെ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചു. അങ്ങനെ 18ാം ലോക്സഭയിലേക്കുള്ള 2024 പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് 3ാം മന്ത്രിസഭ, മൂന്നാം മോദി മന്ത്രിസഭയായിരുന്നു നിലവിൽ വന്നത് അല്ലേ. ആകെയുള്ള 543 സീറ്റുകളിൽ 293 സീറ്റിലും ആര് വിജയിച്ചു, NDA സഖ്യമായിരുന്നു വിജയിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി, അതായത് BJPക്ക് എന്തായില്ലായിരുന്നു, സ്വന്തമായിട്ട് എന്തില്ല, കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പം ഘടകകക്ഷികളെ കൂട്ടിയിട്ട്, അതായത് NDA സഖ്യമായിട്ടാണ് 293 സീറ്റ് നിലനിർത്തിയത്. അങ്ങനെ 2024 ജൂൺ 9-നാണ് രാത്രി 7:30 കേട്ടോ. 2024 ജൂൺ 9-ന് രാത്രി 7:30-നാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ മന്ത്രിസഭ എന്ത് ചെയ്യുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഡേറ്റ് ഓർത്ത് നോക്കുക, 2024 ജൂൺ 9 7:30-നാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായിട്ട് 3ാം തവണ, അതായത് 2014-ലും അതുപോലെ 2019, 2024 അങ്ങനെ 3ാം തവണ തിരഞ്ഞെടുക്കപ്പെടുന്ന 2ാമത്തെ പ്രധാനമന്ത്രിയാണ് ആര്, നമ്മുടെ നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ മണ്ഡലം ഏതാ, ഉത്തർപ്രദേശിലെ വാരണാസിയാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ വാരണാസിയാണ് ഏത്, മോദിയുടെ മണ്ഡലം എന്ന് പറയുന്നത്. ആരായിരുന്നു പിന്നെ നരേന്ദ്രമോദിക്കും മറ്റു മന്ത്രിമാർക്കൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു കൊടുത്ത ആരായിരുന്നു, അത് രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട് ആരായിരുന്നു, ദ്രൗപദി മുർമുവാണ് പ്രധാനമന്ത്രിക്കും അതുപോലെ മറ്റു മന്ത്രിമാർക്കും എന്ത് ചെയ്തത്, സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ആകെ 72 അംഗ മന്ത്രിസഭയായിരുന്നു അധികാരമേറ്റത് കേട്ടോ. പ്രധാനമന്ത്രി ഉൾപ്പെടെ ടോട്ടൽ എത്ര മന്ത്രിസഭയാണെന്ന് ചോദിച്ചാൽ 72 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. അതിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, അതുപോലെ ജോർജ് കുര്യനും എന്തായിരുന്നു, സഹമന്ത്രിയായിട്ട് മന്ത്രിസഭയിലുണ്ട് കേട്ടോ. സഹമന്ത്രിയാണ്, ക്യാബിനറ്റ് റാങ്ക് ഒന്നുമില്ല. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും അതുപോലെ ജോർജ് കുര്യനുമാണ് സഹമന്ത്രിമാരായിട്ട് മന്ത്രിസഭയിലുള്ളത്. ഈ 72 അംഗ മന്ത്രിസഭയിൽ 31 പേർക്കാണ് എന്തുള്ളത്, ക്യാബിനറ്റ് പദവിയുള്ളത് കേട്ടോ. 31 പേർക്ക് ക്യാബിനറ്റ് പദവിയുണ്ട്. 5 പേർക്ക് എന്തുണ്ട്, സ്വതന്ത്ര ചുമതലയുമുണ്ട് കേട്ടോ. 5 പേർക്ക് സ്വതന്ത്ര ചുമതലയും 31 പേർക്ക് എന്തുണ്ട്, ക്യാബിനറ്റ് പദവിയുണ്ട്. ബാക്കി വരുന്ന 36 പേർക്ക് എന്താ ഉള്ളത്, സഹമന്ത്ര പദവിയുമാണ് ഉള്ളത് കേട്ടോ. അങ്ങനെയാണ് എത്ര പേരുള്ളത്, 72 അംഗ മന്ത്രിസഭ നിലവിൽ വരുന്നത്. ഓർത്തു നോക്കുക, ടോട്ടൽ എത്ര മന്ത്രിസഭയുടെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 72 അംഗ മന്ത്രിസഭയാണ് നിലവിലുള്ളത്. 31 പേർക്ക് എന്തുണ്ട്, ക്യാബിനറ്റ് പദവിയുണ്ട്. 5 പേർക്ക് സ്വതന്ത്ര ചുമതലയുള്ള പദവിയുണ്ട്. 36 പേർക്ക് എന്താ, സഹമന്ത്രിയുടെ സ്ഥാനമാണുള്ളത്. ഇനി ഇതിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം നിരസിച്ച് ആദ്യ ദിനം തന്നെ പ്രതിഷേധം അറിയിച്ച ഒരു NCPയുടെ നേതാവുണ്ട്. ഓർത്തു വെക്കുക, അജിത് പവാറാണ് കേട്ടോ. അജിത് പവാർ, അതായത് അദ്ദേഹത്തിന് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം നൽകിയതിൽ പ്രതിഷേധിച്ചിട്ട് ആദ്യ ദിനം തന്നെ നിരസിച്ചത്, അതായത് ഈ സഹമന്ത്രി സ്ഥാനം കൊടുത്തതിൽ അതൃപ്തനായിട്ട് സഹമന്ത്രി സ്ഥാനം നിരസിച്ച ആദ്യത്തെ വ്യക്തിയാണ് NCP നേതാവായിട്ടുള്ള അജിത് പവാർ എന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് നരേന്ദ്രമോദിയാണ്. രണ്ടാമതായിട്ട് രാജ്നാഥ് സിംഗ്, പിന്നെ അമിത് ഷാ, നിതിൻ ഗഡ്കരി, JP നദ്ദ, ശിവരാജ് സിംഗ് തുടങ്ങിയവരാണ് എന്ത് ചെയ്തത്, പിന്നെ സത്യപ്രതിജ്ഞ ചെയ്തത്. അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെ പുതിയ കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയിൽ വഹിക്കുന്നവരാണ് ഒന്ന് നിർമ്മല സീതാരാമൻ, അതുപോലെ S ജയശങ്കർ, അശ്വിനി വൈഷ്ണവ് കേട്ടോ. ഇവർ 3 പേര് എവിടുന്ന രാജ്യസഭയിൽ അംഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മന്ത്രിമാരായിട്ടുള്ള എന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ നമ്മുടെ NDA മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെയുള്ളത്, സുരേഷ് ഗോപിയും അതുപോലെ ജോർജ് കുര്യനും ഉണ്ട് അല്ലേ. നമ്മുടെ 1ാം മോദി സർക്കാരിന്റെ കാലത്ത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്ന വ്യക്തി കൂടിയായിരുന്നു ആര്, ജോർജ് കുര്യൻ കേട്ടോ. ജോർജ് കുര്യൻ. അതുപോലെ 53-ാമതായിട്ടാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത്. ജോർജ് കുര്യന് 71-ാമതായിട്ടുമാണ് സത്യപ്രതിജ്ഞ
സത്യപ്രതിജ്ഞ ചെയ്തത്. നിലവിൽ 2024 നിലവിൽ വന്ന ലോക്സഭയിൽ 74 വനിതാ പ്രതിനിധികളാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. അതായത് 13.63%, ടോട്ടൽ അംഗത്തിന്റെ 13.63%, അതായത് 74 വനിതാ പ്രതിനിധികളാണ് നിലവിൽ ലോക്സഭയിലുള്ളെന്ന കാര്യം കൂടി ഓർത്തുവെക്കുക. അതേപോലെ ഇവരുടെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം നടന്ന തീയതി ജൂൺ 10 കേട്ടോ. ജൂൺ 10 ആദ്യത്തെ മന്ത്രിസഭാ യോഗം നടന്നത് കേട്ടോ. ജൂൺ 9 സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ജൂൺ 10 എന്ത് ചെയ്തു? ഇവരുടെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നു. ആദ്യത്തെ മന്ത്രിസഭാ തീരുമാനം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിയിൽ 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ മന്ത്രിസഭാ യോഗ തീരുമാനം കേട്ടോ. പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിയിൽ 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കാനായിരുന്നു ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമെന്ന് പറയുന്നത്. ഇനി നമുക്ക് വകുപ്പുകളിലേക്ക് പോയാലോ. ആദ്യത്തേത് ആര് തന്നെയാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. നമ്മൾ പറഞ്ഞു നരേന്ദ്രമോദിയുടെ മണ്ഡലം ഏതാ? ഉത്തർപ്രദേശിലെ വാരണാസി എന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇവരുടെ വകുപ്പുകൾ, നമ്മളെ മോദിയുടെ വകുപ്പുകൾ ഏതൊക്കെയാ? പ്രധാനമന്ത്രി അല്ലെ, മെയിനായിട്ട് പ്രധാനമന്ത്രി തന്നെയാണ് ആര്? നരേന്ദ്രമോദി. പിന്നെ വരുന്നത് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ്. പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ്. അതുപോലെ ഓർത്തു വെക്കേണ്ട കാര്യം ആണവ വകുപ്പ് കേട്ടോ. ആണവ വകുപ്പ് ആരുടെ കയ്യിലാന്ന് വെച്ചാൽ ആരാ? നരേന്ദ്രമോദിയാണ്. ആണവ വകുപ്പ്. അതുപോലെ ബഹിരാകാശ വകുപ്പ്. ആണവ വകുപ്പും ബഹിരാകാശ വകുപ്പും ആര് തന്നെയാ? നരേന്ദ്രമോദിയാണ്. പിന്നെ മറ്റു മന്ത്രിമാർക്കൊന്നും കൊടുക്കാത്ത ഏതൊക്കെ വകുപ്പുകളുണ്ടോ അതൊക്കെ ആര് തന്നെയായിരിക്കും? നരേന്ദ്രമോദിക്കായിരിക്കും. അതുപോലെ നയപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതും നരേന്ദ്രമോദിയാണ്. അപ്പൊ ജസ്റ്റ് ഓർത്തു വെക്കേണ്ട കാര്യം ഒന്ന്, ആണവ വകുപ്പും ബഹിരാകാശ വകുപ്പുമാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട വകുപ്പാണ് പ്രതിരോധ വകുപ്പ്. ആരാ? രാജ്നാഥ് സിംഗ് അല്ലെ. രാജ്നാഥ് സിംഗ്. പ്രതിരോധ വകുപ്പ് ആരാ? രാജ്നാഥ് സിംഗ് ആണ് കൈകാര്യം ചെയ്യുന്നത്. പ്രതിരോധ വകുപ്പ് ആരാ? രാജ്നാഥ് സിംഗ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ആഭ്യന്തര വകുപ്പും സഹകരണ വകുപ്പും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് അമിത് ഷായാണ് അല്ലെ. അമിത് ഷായാണ് ആഭ്യന്തര വകുപ്പും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തരവും സഹകരണവും ആരാ? അമിത് ഷായാണ്. ഇനി പ്രധാനപ്പെട്ടത് ഗതാഗത വകുപ്പ് ആരാ? നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാന്ന് വെച്ചാൽ ആരാ? ഗഡ്കരിയാണ് അല്ലെ. നിതിൻ ഗഡ്കരി. ഗതാഗതം ഗഡ്കരി. കൽക്കരി എന്ന് ഓർത്തു വെച്ചോ. നമ്മൾ ട്രെയിനൊക്കെ ഗതാഗതവുമായി ബന്ധപ്പെട്ടതല്ലേ? ട്രെയിനല്ല, സോറി, അങ്ങനെ ഓർക്കണ്ട. നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഗതാഗതത്തിൽ നമ്മൾ കൽക്കരി ഉപയോഗിക്കുന്നു, ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ. അപ്പൊ ഗതാഗത വകുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്നത്? ഗഡ്കരിയാണ്. ഇനി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, അതുപോലെ രാസവളം വകുപ്പും ആരാ കൈകാര്യം ചെയ്യുന്നത്? JP നദ്ദയാണ്. നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്നത്? JP നദ്ദയാട്ടോ. JP നദ്ദയാണ്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്നത്? JP നദ്ദയാണ്. ഇദ്ദേഹം തന്നെയായിരുന്നു ആദ്യത്തെ മന്ത്രിസഭയുണ്ടല്ലോ, അതായത് 2014 നിലവിൽ വന്ന മോദി മന്ത്രിസഭയിൽ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആര് തന്നെയായിരുന്നു? ആരോഗ്യ വകുപ്പ് JP നദ്ദ തന്നെയാണ് കൈകാര്യം ചെയ്തത്. മൂന്നാം മന്ത്രിസഭയിലും ആര് തന്നെയാ? JP നദ്ദ തന്നെയാണ് ആരോഗ്യ വകുപ്പും അതുപോലെ രാസവളം വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. പിന്നെയുള്ളത് അടുത്തത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. ശിവരാജ് സിംഗ് ചൗഹാൻ ഏതൊക്കെയാ ശിവരാജ് സിംഗ് ചൗഹാന്റെ വകുപ്പുകൾ? കൃഷി വകുപ്പും അതുപോലെ ഗ്രാമീണ വികസനവുമാണ് അല്ലെ. ഗ്രാമീണ വികസനവും അതുപോലെ കൃഷി വകുപ്പും. നമുക്കറിയാം ഗ്രാമീണ വികസനം ലക്ഷ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? കൃഷി വളരെ ഉയരണം അല്ലെ. ഗ്രാമീണ വികസനം വരണമെങ്കിൽ എന്ത് ചെയ്യണം? കൃഷി വരണം. അപ്പോൾ ഓർത്തു നോക്കുക, ശിവരാജ് സിംഗ് ചൗഹാന്റെ 2 വകുപ്പുകളാണ്. ഒന്ന് ഗ്രാമീണ വികസനം എങ്ങനെ വരണം? കൃഷിയിലൂടെ. ഗ്രാമീണ വികസനം കൃഷിയിലൂടെ അല്ലെ. ഗ്രാമീണ വികസനം കൃഷിയിലൂടെയാണ് ആരാ? ശിവരാജാവും. നമ്മൾ രാജാവാകും. കൃഷിയൊക്കെ വികസിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാജാവാകും. ശിവരാജ് സിംഗ് ചൗഹാനാണ്. കൃഷി വകുപ്പും ഗ്രാമീണ വികസനവും ആരുടെ കയ്യിലാണ്? ശിവരാജ് സിംഗ് ചൗഹാന്റെ കയ്യിലാണ്. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നിർമ്മല സീതാരാമൻ ഏതാ? ധനവകുപ്പും കോർപ്പറേറ്റ് അഫയേഴ്സും. ഇതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യം വരില്ല. ധനവകുപ്പും അതുപോലെ കോർപ്പറേറ്റ് അഫയേഴ്സും ആരാ കൈകാര്യം ചെയ്യുന്നത്? നിർമ്മല സീതാരാമനാണ്. അതുപോലെ S ജയശങ്കർ ഏതാ? വിദേശകാര്യ വകുപ്പ് മന്ത്രി അല്ലേ. നല്ലൊരു നയതന്ത്രജ്ഞൻ കൂടിയാണ് ആര്? S ജയശങ്കർ കേട്ടോ. S ജയശങ്കർ ഏതാ? വിദേശകാര്യ വകുപ്പാണ്. വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാ? നമ്മുടെ
എസ് ജയശങ്കർ തന്നെയാണ്. അതിനൊന്നും പ്രത്യേകിച്ച് കോഡിന്റെ ഒന്നും ആവശ്യമില്ല. അടുത്തത് മനോഹർലാൽ ഖട്ടർ കേട്ടോ. മനോഹർലാൽ ഖട്ടർ ഏതൊക്കെയാണ് കൈകാര്യം ചെയ്തത്? ഊർജ മന്ത്രാലയവും അതേപോലെ നഗര വികസനവുമാണ് കേട്ടോ. നഗര വികസനവും അതേപോലെ ഊർജ മന്ത്രാലയവും. നഗര വികസനവും ഊർജ മന്ത്രാലയവും ആരാ കൈകാര്യം ചെയ്യുന്നത്? മനോഹർലാൽ ഖട്ടർ ആണ് അല്ലെ. നഗരം വികസിച്ചു കഴിഞ്ഞാൽ എന്താവും? മനോഹരമാകും അല്ലെ. നഗരം വികസിച്ചു കഴിഞ്ഞാൽ എന്താവും? മനോഹരമാകും. അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഒരു ഊർജ്ജമാകും അല്ലെ, എനർജി വരും അല്ലെ. അവിടെ വസിക്കുന്ന ആളുകൾക്ക് എന്ത് വരും? ഊർജ്ജമാകും, ഒരു എനർജി ഒക്കെ കിട്ടും അല്ലെ. അപ്പോൾ ഓർത്ത് നോക്കുക, നഗര വികസനം സാധ്യമായാൽ എന്ത് ചെയ്യും? മനോഹരമാകും. അപ്പൊ നഗര വികസനം ആരുടെ കയ്യിലുള്ളത്? മനോഹർലാൽ ഖട്ടർ ആണ്. നഗര വികസനം ആരാ? മനോഹർലാൽ ഖട്ടർ ആണ്. അപ്പൊ മനോഹരമായാൽ എന്ത് ചെയ്യും? അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഒരു ഊർജ്ജം, ഒരു എനർജി ഒക്കെ വരും. അപ്പൊ ഊർജ്ജ മന്ത്രാലയം ആരുടെ കയ്യിലാ? മനോഹർലാൽ ഖട്ടറിന്റെ കയ്യിലാണ്. അപ്പൊ മനോഹർലാൽ ഖട്ടർ ഏതൊക്കെ വകുപ്പുകളാ? നഗര വികസനവും ഊർജ മന്ത്രാലയവുമാണ്. ഇനി മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസും അതേപോലെ സ്റ്റീലും ആരാ? HD കുമാരസ്വാമിയാണ്. HD കുമാരസ്വാമി. ഹെവി ഇൻഡസ്ട്രീസ്, മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസും അതേപോലെ സ്റ്റീലും. അപ്പോൾ ഏതൊക്കെയാ വകുപ്പുകൾ? HD കുമാരസ്വാമിയുടെ വകുപ്പുകളാണ് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസും അതുപോലെ സ്റ്റീലും അല്ലേ. സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെവി പദാർത്ഥമാണ്. ഓർത്തു വെച്ചോളൂ, സ്റ്റീൽ എന്ന് പറയുന്നത് എന്താ? ഒരു ഹെവി പദാർത്ഥമാണ്. അത് രണ്ടും ആരാ കൈകാര്യം ചെയ്യുന്നത്? HD കുമാരസ്വാമി അല്ലെ. HD ആയിട്ടുള്ള ഒരു സാധനം, HD ആയിട്ടുള്ള ആളാണ് എന്ത് ചെയ്യുന്നത്? അത് കൈകാര്യം ചെയ്യുന്നത്. ഹെവി ആയിട്ടുള്ള സ്ഥാനമാണിത് സ്റ്റീൽ എന്ന് പറയുന്നത്. ഹെവി ആയിട്ടുള്ള സാധനമാണിത് സ്റ്റീൽ എന്ന് പറയുന്നത്. അത് ഫോട്ടോ ഒക്കെ എടുക്കാൻ എന്ത് വേണം? HD ആയിട്ടുള്ള സാധനം തന്നെ വേണം. അതുകൊണ്ട് ഹെവി ഇൻഡസ്ട്രീസും സ്റ്റീലും കൈകാര്യം ചെയ്യുന്നതാരാ? HD കുമാരസ്വാമിയാണ്. ഇനി പീയൂഷ് ഗോയൽ കേട്ടോ. പീയൂഷ് ഗോയൽ ഏതൊക്കെ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? പീയൂഷ് ഗോയൽ വാണിജ്യവും വ്യവസായവും ഗോയലാണ് കേട്ടോ. വാണിജ്യവും വ്യവസായവും ആരാ? ഗോയലാണ്. ഓർത്തു നോക്കുക, വാണിജ്യവും വ്യവസായവും ഗോയലാണ്. വാണിജ്യവും വ്യവസായവും ഗോയലാണ്. വാണിജ്യവും വ്യവസായവും ഗോയലാണ്. ഇനി അടുത്തത് വിദ്യാഭ്യാസ വകുപ്പ് ആരാ? നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? ധർമ്മേന്ദ്ര പ്രധാൻ അല്ലെ. ധർമ്മേന്ദ്ര പ്രധാനാണ് നിലവിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. എങ്ങനെ ഓർത്തു നോക്കാം? വിദ്യാധനം സർവദാൽ പ്രധാനം എന്നോർത്താ പോലെ. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ അല്ലെ. വിദ്യാധനം സർവധനാൽ പ്രധാനം. ഓർത്തു നോക്കുക, വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാന്. വിദ്യാധനം സർവധനാൽ പ്രധാനം, അതായത് വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാന്. ഇനി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരാ കൈകാര്യം ചെയ്യുന്നത്? ജിതിൻ റാം മാഞ്ചി ആണ് കേട്ടോ. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരാ കൈകാര്യം ചെയ്യുന്നത്? ജിതിൻ റാം മാഞ്ചിയാണ്. ഇവിടെ എന്ത് ചെയ്യാന്ന് പറയുക, നിങ്ങൾ മാഞ്ചി എന്നുള്ളത് എന്ത് ചെയ്യുക? ഇഞ്ചി എന്ന് ഓർത്ത് നോക്കുക. പഠിക്കാൻ വേണ്ടിയിട്ടാണ് മാഞ്ചി എന്നുള്ളത് ഇഞ്ചിയാക്കുക. എങ്ങനത്തെ ഇഞ്ചിയാക്കുക? സൂക്ഷ്മ ഇഞ്ചി, ചെറുകിട ഇഞ്ചി, ഇടത്തര ഇഞ്ചി. എങ്ങനത്തെ ഇഞ്ചികളാ? സൂക്ഷ്മ ഇഞ്ചിയുണ്ട്, ചെറുകിട ഇഞ്ചിയുണ്ട്, ഇടത്തര ഇഞ്ചിയുണ്ട്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരാ കൈകാര്യം ചെയ്യുന്നത്? ജിതിൻ റാം മാഞ്ചിയാണ്. ഓർക്കാൻ വേണ്ടിയിട്ടാണ് മാഞ്ചി എന്നുള്ളത് ഇഞ്ചി എന്ന് ഓർത്ത് വെക്കുക. എങ്ങനത്തേക്ക് ഇഞ്ചി ഉള്ളത്? സൂക്ഷ്മ ഇഞ്ചിയുണ്ട്, ചെറുകിട ഇഞ്ചിയുണ്ട്, അതുപോലെ ഇടത്തര ഇഞ്ചിയുണ്ട്. 3 തരത്തിലുള്ള ഇഞ്ചിയുണ്ട് കേട്ടോ. സൂക്ഷ്മ ഇഞ്ചി, ചെറുകിട ഇഞ്ചി, ഇടത്തര ഇഞ്ചി. ഓർത്ത് നോക്കുക, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരാ കൈകാര്യം ചെയ്യുന്നത്? ജിതിൻ റാം മാഞ്ചിയാണ്. ഇനി പഞ്ചായത്തി രാജും അടുത്തത് പഞ്ചായത്തി രാജ്, അതുപോലെ മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം. ഇതൊക്കെ ആരാ കൈകാര്യം ചെയ്യുന്നത്? ലലൻ സിംഗ് ആണ്. ലലൻ സിംഗ്. പഞ്ചായത്തി രാജ്, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം. ഇതൊക്കെ ആരാ കൈകാര്യം ചെയ്യുന്നത്? ലലൻ സിംഗ് ആണ്. എല്ലാത്തിനും കോഡ് പറഞ്ഞാൽ ചിലപ്പോൾ കോഡ് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ, അതുകൊണ്ട് പറയുന്നില്ല. പഞ്ചായത്തി രാജ്, പഞ്ചായത്തി രാജ്, പഞ്ചായത്തി രാജ് വകുപ്പ് മന്ത്രി ആരാ? ലലൻ സിംഗ് ആണ്. മത്സ്യബന്ധനം, അതുപോലെ മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം ഒക്കെ ആരാ? ലലൻ സിംഗ് ആട്ടോ. ലലൻ സിംഗ് ആണ്. ഇനി അടുത്ത തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ്. തുറമുഖ ഷിപ്പിംഗ് ജലപാത. ഇത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? ഒരു ഷിപ്പിങ്ങിന് പോയി.
ഷിപ്പിങ്ങിന് പോകണമെങ്കിൽ എവിടെ പോകണം? ഒരു തുറമുഖത്ത് പോകണം അല്ലേ? ഷിപ്പിങ്ങിന് പോകണമെങ്കിൽ നിങ്ങൾ തുറമുഖത്ത് പോകണം. തുറമുഖത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷിപ്പിംഗ് ചെയ്യുന്നത്? ജലപാത വഴി അല്ലേ? ജലപാത വഴിയാണ് ഷിപ്പിംഗ് നടക്കുന്നത് അല്ലേ? അപ്പോൾ ഓർത്ത് നോക്കുക, ഷിപ്പിങ്ങിന് പോയി എവിടെ? ഒരു തുറമുഖത്ത് പോയി. എങ്ങനെയാണ് പോകുന്നത് ഷിപ്പിങ്ങിന്? ജലപാത വഴിയാണ് ഷിപ്പിംഗ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? തളർന്നു പോയപ്പോൾ നിങ്ങൾ എന്ത് കുടിച്ചു എന്നറിയോ? സോഡ സർബത്ത് കുടിച്ചു, അല്ലെങ്കിൽ സർബത്ത് സോഡ കുടിച്ചു. ഓർത്ത് നോക്കുക, സർബാനന്ദ സോണോവാർ, സർബത്ത് സോഡ എന്ന് ഓർത്തുക്കുക. നിങ്ങൾ എന്തിനാ സർബത്ത് സോഡ കുടിച്ചത്? ഷിപ്പിങ്ങിന് പോയി എവിടെ? തുറമുഖത്ത് വഴി ജലപാതയിലൂടെയാണ് എന്ത് ചെയ്തത്? ഷിപ്പിംഗ് ചെയ്യുന്നത് അല്ലേ? ഷിപ്പിങ്ങിന് പോയി തുറമുഖത്ത് എങ്ങനെയായിരുന്നു ഷിപ്പിംഗ് ചെയ്തത്? ജലപാത വഴിയാണ് നിങ്ങൾ ഷിപ്പിംഗ് ചെയ്തത്. ഷിപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? തളർന്നപ്പോൾ എന്ത് കുടിച്ചു? സർബത്ത് സോഡ കുടിച്ചു. ഓർത്തുക, സർബാനന്ദ സോണോവാർ. തുറമുഖ, ഷിപ്പിംഗ്, ജലപാത വകുപ്പ് ആരുടെ കയ്യില? സർബാനന്ദ സോണോവാറിന്റെ കയ്യിലാണ്. ഇത് ജലപാത വകുപ്പ് എന്നുള്ളത് നോക്കി വെക്കണം. ജലശക്തി വകുപ്പ് വേറെ ആളാ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഉള്ളത് ഏതാ? ജലപാത വകുപ്പാണ്. ഇനി വീരേന്ദ്രകുമാർ ഘാട്ടിക് ഏതാ? സാമൂഹ്യ നീതി വകുപ്പാണ്. അപ്പോൾ സാമൂഹിക നീതി വകുപ്പ്, കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്നത്? വീരേന്ദ്രകുമാർ ആണ്. സാമൂഹ്യ നീതി വകുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്നത്? കേന്ദ്ര സാമൂഹ്യ വകുപ്പ് മന്ത്രി ആരാ? വീരേന്ദ്രകുമാർ എന്ന കാര്യം ഓർത്തു വെക്കുക. അടുത്തത് വ്യോമയാന മന്ത്രാലയം ആരാ? വ്യോമയാന മന്ത്രാലയം ഏവിയേഷൻ മിനിസ്റ്റർ ആരാന്ന് വെച്ചാൽ ആരാ? റാം മോഹൻ നായിഡു ആട്ടോ. റാം മോഹൻ നായിഡു. എങ്ങനെ ഓർത്തു നോക്കാം നമുക്ക്? വ്യോമയാനം എന്ന് പറഞ്ഞാൽ എന്താ? ഏവിയേഷൻ അല്ലെ? വിമാനം. നമുക്കൊരാഗ്രഹം എന്തിന്? വിമാനത്തിൽ കയറാൻ അല്ലെ? വിമാനത്തിൽ കയറാൻ ഒരു മോഹൻ, റാം മോഹൻ. നമുക്ക് ഒരു മോഹം എന്തില്? വിമാനത്തിൽ കയറാൻ. വിമാനം എന്താ? വ്യോമയാനമാണ് അല്ലെ? അപ്പൊ നമുക്ക് ഓർത്തു നോക്കാം, വ്യോമയാനത്തിൽ കയറാൻ നമുക്ക് മോഹം. അത് ഓർത്തു നോക്കുക. വ്യോമയാന മന്ത്രാലയം ആരുടെ കയ്യിലാ? റാം മോഹന്റെ കയ്യിലാണ്. ഇനി ഉപഭോക്തൃ കാര്യം, ഭക്ഷണം, പൊതുവിതരണം, ഊർജ വകുപ്പ് ആരാ? പ്രഹ്ലാദ് ജോഷിയാണ്. നമുക്കറിയാം, പൊതുവിതരണം, ഭക്ഷണം, അതേപോലെ ഉപഭോക്തൃ കാര്യം, ഇതൊക്കെ കിട്ടിയാലേ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവും അല്ലെ? ഭക്ഷണം കിട്ടിയാലേ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. ഊർജ്ജം കിട്ടിയാൽ നമുക്ക് എന്താവും? ആഹ്ലാദമാണ് അല്ലെ? സന്തോഷമാണ്. പ്രഹ്ലാദ് ജോഷി ആഹ്ലാദമാണ്. അപ്പൊ എന്തിനാഹ്ലാദം? നമുക്ക് ഭക്ഷണം കിട്ടി. എവിടുന്ന്? പൊതുവിതരണം വഴി ഭക്ഷണം കിട്ടി. അതുവഴി നമുക്ക് എന്ത് കിട്ടി? ഊർജവും കിട്ടി. അപ്പോൾ ഭക്ഷണം, പൊതുവിതരണം, ഊർജ വകുപ്പ്, ഉപഭോക്തൃ കാര്യം ആരാ കൈകാര്യം ചെയ്യുന്നത്? പ്രഹ്ലാദ് ജോഷിയാണ്. ഇനി ആദിവാസി ക്ഷേമം ആരാ? ജുവൽ ഓറമാണ്. ആദിവാസി ക്ഷേമം ആരാ കൈകാര്യം ചെയ്യുന്നത്? ജുവൽ ഓറമാണ്. ജുവൽ ഓറം എന്താ കൈകാര്യം ചെയ്യുന്നത്? ആദിവാസി ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് ആരാ? ജുവൽ ഓറമാണ്. ഇനി ഗിരിരാജ് സിംഗ് ഏതാ? ടെക്സ്റ്റൈൽ വകുപ്പാണ്. ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി ആരാ? നിലവിൽ ഗിരിരാജ് സിംഗ്. എങ്ങനെ ഓർത്ത് നോക്കുക, നിങ്ങളുടെ ഒരു സുഹൃത്ത്, ഗിരിരാജൻ കോഴിയായിട്ടുള്ള ഒരു സുഹൃത്ത് എവിടെ ജോലി കിട്ടി? ടെക്സ്റ്റൈൽസിൽ ജോലി കിട്ടി കേട്ടോ. ഗിരിരാജൻ കോഴിക്ക് എവിടെയാ ജോലി കിട്ടിയത്? ടെക്സ്റ്റൈൽസിൽ ജോലി കിട്ടി. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഗിരിരാജൻ കോഴി, ഗിരിരാജൻ സിംഗ് എവിടെയാ? ടെക്സ്റ്റൈൽസിലാട്ടോ ജോലി കിട്ടിയ. എവിടെയാ? ടെക്സ്റ്റൈൽസിൽ. നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനായ ഒരു ഗിരിരാജൻ കോഴിക്ക് എവിടെയാ ജോലി കിട്ടിയത്? ടെക്സ്റ്റൈൽസിലാണ് ജോലി കിട്ടിയത്. അപ്പോൾ ടെക്സ്റ്റൈൽസ് വകുപ്പ് ആരുടെ കീഴിലാണ്? ഗിരിരാജ് സിംഗിന്റെ കീഴിലാണ്. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി അടുത്തത് റെയിൽവേ വകുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്നത്? അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് IT, ഇതൊക്കെ ആരാ കൈകാര്യം ചെയ്യുന്നത്? അശ്വിനി വൈഷ്ണവാണ്. അപ്പോൾ നിലവിലെ റെയിൽവേ മന്ത്രി, അതുപോലെ IT ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രി ആരാന്ന് വെച്ചാൽ ആരാ? അശ്വിനി വൈഷ്ണവ്. ഏതൊക്കെ വകുപ്പുകളാണ് അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നത്? റെയിൽവേ വകുപ്പ്, റെയിൽവേ വൈഷ്ണവ് വേവ് ഉണ്ട് അല്ലെ? റെയിൽവേ വൈഷ്ണവ്. അതുപോലെ IT ആൻഡ് ഇലക്ട്രോണിക്സ്, അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ ആരാ കൈകാര്യം ചെയ്യുന്നത്? അശ്വിനി വൈഷ്ണവ് ആണ്. ഇനി അടുത്തത് ജ്യോതിരാജ് സിന്ധ്യ.
ഏതൊക്കെ വകുപ്പാ? ജ്യോതിരാജ് സിന്ധ്യ. കമ്മ്യൂണിക്കേഷനും അതുപോലെ വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനവും നോക്കുന്നതാരാ? ജ്യോതിരാജ് സിന്ധ്യയാണ്. ജ്യോതിരാജ് സിന്ധ്യയാണ്. ഓർത്തു നോക്കുക, നമ്മൾ പലരും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, നമ്മളല്ല അല്ലാതെ കുറച്ച് പേരൊക്കെ സന്ധ്യാസമയത്താണ് കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് നടക്കുന്നത് അല്ലെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വകുപ്പ്, കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാ? ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് മന്ത്രി ആരാന്ന് വെച്ചാൽ ആരാ? സിന്ധ്യയാണ് കേട്ടോ. ജ്യോതിരാജ് സിന്ധ്യയാണ്. അപ്പോൾ ഓർത്തു നോക്കുക, പലരും സന്ധ്യാസമയത്താണ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. അതുപോലെ ഓർത്തു നോക്കുക, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം ആരുടെ കയ്യിൽ തന്നെയാ? ജ്യോതിരാജ് സിന്ധ്യയുടെ കയ്യിലാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും അതുപോലെ വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനവും ആരുടെ കയ്യിലാണ്? ജ്യോതിരാജ് സിന്ധ്യയുടെ കയ്യിലാണ്. ഇനി നിലവിലെ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി ആരാ? ഭൂപേന്ദ്ര യാദവ് ആണ് കേട്ടോ. ഭൂപേന്ദ്ര യാദവ് ആണ്. ഭൂപേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഭൂമി എന്നൊരു കൺസെപ്റ്റ് വരുന്നുണ്ടോ? ഭൂപേന്ദ്രം എന്ന് പറയുമ്പോൾ ഒരു ഭൂമി എന്നൊരു കൺസെപ്റ്റ് വരുന്നില്ലേ? ഭൂമി നിലനിൽക്കണമെങ്കിൽ എന്തൊക്കെ വേണം? പരിസ്ഥിതി വനവും കാലാവസ്ഥയൊക്കെ എന്ത് ചെയ്യണം? നിലനിന്നാലേ എന്തുണ്ടാവുള്ളൂ? ഭൂമി നിലനിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുമ്പോൾ ഒരു ഭൂമിയുടെ കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരിക. എന്തൊക്കെയാ ഭൂമിയിലുള്ളത്? പരിസ്ഥിതി വനം കാലാവസ്ഥ ഒക്കെ ബന്ധപ്പെട്ട് എന്താ? ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർത്തു നോക്കുക, പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആരുടെ കയ്യിലാണ്? ഭൂപേന്ദ്ര യാദവിന്റെ കയ്യിലാണ്. ഇനി സാംസ്കാരിക വകുപ്പും അതേപോലെ വിനോദസഞ്ചാര വകുപ്പും ഏതാ? സാംസ്കാരിക വകുപ്പും വിനോദസഞ്ചാരവും ആരുടെ കയ്യിലാ? ഗജേന്ദ്ര ഷെഖാവത്ത് അല്ലെ. ഗജം എന്ന് പറഞ്ഞ ആന എന്നല്ലേ. സാംസ്കാരിക വകുപ്പും വിനോദസഞ്ചാരവും ആരുടെ കയ്യിലാ? ഗജേന്ദ്ര ഷെഖാവത്തിന്റെ കയ്യിലാണ് അല്ലെ. സാംസ്കാരികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ എന്താ ഉണ്ടാകാറുണ്ട്? ആന ഉണ്ടാകാറുണ്ട് അല്ലെ. നമ്മൾ വിനോദസഞ്ചാരം ദൂര സ്ഥലത്തേക്ക് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആനയെ കാണാറുണ്ട്. ഗജം എന്ന് പറഞ്ഞാൽ എന്താ? ആനയാണ് അല്ലെ. ആനയാണ്. ഗജേന്ദ്ര ഷെഖാവത്ത്. പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പറയുന്നു. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കോഡ് പോലെ പറയുന്നത്. ഗജേന്ദ്ര ഷെഖാവത്ത് ആരാ? സാംസ്കാരിക വകുപ്പും അതേപോലെ വിനോദസഞ്ചാരവും. സാംസ്കാരികം വിനോദസഞ്ചാരവും ആരുടെ കയ്യിലാ? ഗജേന്ദ്ര ഷെഖാവത്തിന്റെ കയ്യിലാണ്. ഇനി സ്ത്രീകളുടെയും അതുപോലെ കുട്ടികളുടെയും ക്ഷേമം കൈകാര്യം ചെയ്യുന്നതാരാ? അന്നപൂർണ ദേവിയാണ് അല്ലെ. അന്നപൂർണ ദേവിയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം കൈകാര്യം ചെയ്യുന്നതാരാ? അന്നപൂർണ ദേവിയാണ്. നമ്മൾ നിർമ്മല സീതാരാമനെ കൂടാതെ ഉള്ള ഒരു വനിതാ മന്ത്രിയാണ് ആര്? അന്നപൂർണ ദേവി എന്ന് പറയുന്നത്. അവർ കൈകാര്യം ചെയ്യുന്നത് ഏതൊക്കെയാ? സ്ത്രീകളുടെയും അതുപോലെ കുട്ടികളുടെയും ക്ഷേമം കൈകാര്യം ചെയ്യുന്നതാരാ? അന്നപൂർണ ദേവിയാണ്. നമുക്കറിയാം, സ്ത്രീകൾ തന്നെയാണ് ആര്? കുട്ടികളേക്ക് അധികം എന്താ പറയാ, ചെറിയ കുട്ടികളെ ഇരിക്കുന്ന സമയത്തൊക്കെ ആരാ? സ്ത്രീകൾ തന്നെയല്ലേ കൂടുതലായിട്ട് കുട്ടികളെ നോക്കുക. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം ആരാ? അന്നപൂർണ ദേവിയാണ്. അന്നപൂർണ ദേവിയാണ്. ഇനി അടുത്തത് പാർലമെന്ററി കാര്യം അതേപോലെ ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുന്ന ആരാ? പാർലമെന്റിലും അതുപോലെ ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുന്ന ആരാ? കിരൺ റിജിജു ആണ് അല്ലെ. കിരൺ റിജിജു ആണ്. പാർലമെന്ററി കാര്യവും അതുപോലെ ന്യൂനപക്ഷ ക്ഷേമവും കൈകാര്യം ചെയ്യുന്ന ആരാ? കിരൺ റിജിജു ആണ്. അപ്പം പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷ ക്ഷേമവും കൈകാര്യം ചെയ്യുന്നതാരാ? കിരൺ റിജിജു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി അടുത്തത് പെട്രോളിയം പ്രകൃതിവാതകം ആരാ കൈകാര്യം ചെയ്യുന്നത്? ഹർദീപ് സിംഗ് പുരിയാണ്. പെട്രോളിയം പ്രകൃതിവാതകം ആരാ? ഹർദീപ് സിംഗ് പുരിയാണ്. ഇതൊന്നും ഓർത്തു വെക്കുക. നമ്മുടെ കഴിക്കുന്ന പൂരിയില്ലേ, പൂരി എന്തിലാ പൊരിച്ചെടുത്തത്? പെട്രോളിയത്തിലാണ്. നമ്മൾ എണ്ണയൊന്നും കിട്ടാത്തതുകൊണ്ട് എന്തിലാ പൂരി ഉണ്ടാക്കിയത്? പെട്രോളിയത്തിലാണ്. അപ്പോൾ പെട്രോളിയം വകുപ്പ് മന്ത്രി ആരാ നിലവിൽ? ഹർദീപ് സിംഗ് പുരിയാണ്. അപ്പം പൂരി നമ്മൾ ഓർത്ത് നോക്കുക, നമ്മൾ കഴിക്കുന്ന പൂരി എന്തിലാ പൊരിച്ചെടുത്തത്? പെട്രോളിയത്തിലാണ്. നമുക്ക് എണ്ണയൊന്നും കിട്ടിയില്ല, അപ്പൊ എന്തിലാ പൊരിച്ചെടുത്തത്? പെട്രോളിയത്തിലാണ്. അപ്പൊ ഹർദീപ് സിംഗ് പുരി എന്താ? പെട്രോളിയം. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം അതുപോലെ പ്രകൃതിവാതകവും. പെട്രോളിയം പ്രകൃതിവാതകം ആരാ കൈകാര്യം ചെയ്യുന്നത്? ഹർദീപ് സിംഗ് പുരിയാണ്. ഇനി അടുത്തത് തൊഴിൽ വകുപ്പ് അതേപോലെ യുവജന കാര്യവും സ്പോർട്സും ആരാ കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ തിരുവനന്തപുരം LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയത് അല്ലെ. യുവജന കാര്യ സ്പോർട്സ് വകുപ്പ് മന്ത്രി ആരാ നിലവില്? മൻസുഖ് മാണ്ഡവ്യാണ്. ഇവിടെ
ഗൂഗിളിൽ ഇങ്ങനെയാണ് പേരുള്ളത്, മനോജ് മാണ്ഡവ്യ എന്നുള്ളത്. മൻസൂഖ് മാണ്ഡവ്യാണ്, മൻസൂഖ് മാണ്ഡവ്യ. തൊഴിൽ വകുപ്പ് നമുക്കറിയാം, യുവജനങ്ങൾ നമ്മളൊക്കെ എന്തിനാ പഠിക്കുന്നത്, ഇപ്പോൾ ഒരു തൊഴിലിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ തൊഴിൽ വകുപ്പും യുവജനങ്ങളായ നമ്മളും യുവജനങ്ങൾക്ക് തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്നതാരാ, മനസ്സിന് സുഖമുള്ള ഒരാൾ മൻസൂഖ് മാണ്ഡവ്യാണ്. മനസ്സിന് സുഖമുള്ള വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, തൊഴിൽ വേണം. യുവാക്കളായ നമുക്ക് എന്ത് വേണം, തൊഴിൽ വേണം. ഓർത്തു നോക്കുക, മൻസൂഖ് മാണ്ഡവ്യ ഏതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, തൊഴിൽ വകുപ്പുണ്ട്, അതുപോലെ യുവജന കാര്യമുണ്ട്, അതുപോലെ സ്പോർട്സും കൈകാര്യം ചെയ്യുന്നതാരാ, നമ്മുടെ മൻസൂഖ് മാണ്ഡവ്യാണ്. യുവജന കാര്യം, സ്പോർട്സ് കാര്യം, തൊഴിൽ വകുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്നത്, മൻസൂഖ് മാണ്ഡവ്യാണ്. ഇനി അടുത്തത് കൽക്കരി മന്ത്രാലയവും മൈനും ആരാ, കിഷൻ റെഡ്ഡിയാണ്. കൽക്കരി മന്ത്രാലയവും അതുപോലെ മൈൻ എന്നിവ ഇത് രണ്ടും ആരാ കൈകാര്യം ചെയ്യുന്നത്, കിഷൻ റെഡ്ഡിയാണ്. കിഷൻ റെഡ്ഡി ഏതൊക്കെയാ, കൽക്കരി മന്ത്രാലയവും മൈനുമാണ്. ഇവിടെ കൽക്കരി വെച്ച് കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ കൽക്കരി വെച്ചിട്ട് വേറെ കോഡ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ രണ്ടും കൂടി മിക്സ് ആവുകൊണ്ട് പറയുന്നില്ല. കൽക്കരി മന്ത്രാലയവും മൈനും കൈകാര്യം ചെയ്യുന്നതാരാ, കിഷൻ റെഡ്ഡി ആണെന്ന കാര്യം ഓർത്തുക. കിഷൻ റെഡ്ഡി ആരാ, കൽക്കരി മന്ത്രാലയവും മൈനുമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ആരാ, ചിരാഗ് പസ്വാൻ ആണ് കേട്ടോ. ചിരാഗ് പസ്വാൻ ആണ്. ഇതൊന്നും ചോദിക്കൂലായിരിക്കാം എന്ന് വിചാരിക്കാം, നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ആരാ, ചിരാഗ് പസ്വാൻ ആണ്. അതുപോലെ ജൽശക്തി മന്ത്രാലയം ആരാ, CR പാട്ടീലാണ്. ജൽശക്തി ആരാ, CR പാട്ടീൽ. ജൽശക്തി ആരാ, CR പാട്ടീലാണ്. CR പാട്ടീൽ. ജൽശക്തി CR പാട്ടീൽ.